ഹായ് സുഹൃത്തുക്കളെ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ NDA UGC നെറ്റിന്റെ മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്. ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2 ഒക്കെ ആയിട്ട് ഇന്ന് രാവിലത്തെ ഷിഫ്റ്റിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ് പ്രധാനമായിട്ട് നടന്ന പരീക്ഷ. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ കോമേഴ്സുകാർ, ഇന്ത്യൻ കൾച്ചറൽ ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയ പരീക്ഷകളാണ്. കോമേഴ്സ് ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിയിട്ടുള്ള പരീക്ഷ. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്. അപ്പൊ പേപ്പർ 1ന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ പതിപോലെ നടത്തുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ രാവിലത്തെ ഷിഫ്റ്റ്, അതായത് ഷിഫ്റ്റ് 1ന്റെ പരീക്ഷ അത്യാവശ്യം ടഫ് ആയിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഒരു ഈസി ടു മോഡറേറ്റ് രീതിയിലുള്ള പരീക്ഷകളായിരുന്നെങ്കിൽ ഇന്ന് രാവിലത്തെ ഷിഫ്റ്റ് അല്പം മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിലാണ് വന്നത് എന്നുള്ളതാണ് കുട്ടികൾ നമ്മളോട് പറയുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പേപ്പർ 1ന്റെ കൺസെപ്റ്റ് ഒക്കെ സെയിമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ തന്നെയാണ്. പക്ഷെ പുതിയ തരം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ കുട്ടികൾ നമ്മളോട് പറഞ്ഞിരുന്നത്. പ്രധാനമായിട്ടും രാവിലത്തെ ഷിഫ്റ്റ് നടന്ന കുറച്ച് ചോദ്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇൽനെസ് കോസ്ഡ് ബൈ ലെഡ് കാരണം ഉണ്ടാകുന്ന ഇൽനെസ്, അതുപോലെ തന്നെ ICTയുടെ ഭാഗത്തു നിന്ന് മെർജ് ഫയൽ എന്നുള്ള വേർഡിലെ ഓപ്ഷന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ബ്ലൂംസ് ടാക്സോണമി ഇന്നലത്തെ പരീക്ഷയിലും ഉണ്ടായിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ് നോക്കുക. അതിൽ നിന്നുള്ള പരീക്ഷ ഇന്ന് രാവിലെ, അതിനുള്ള ചോദ്യങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. കൂടാതെ ഹൈസ്റ്റ് ടു ലോസ്റ്റ് RFID ഈ പറഞ്ഞ ICTയുടെ ഭാഗത്ത് നിന്ന് ജിഗാ ഹെഡ്സ് മെഗാ ഹെഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കണ്ടീഷൻസ് ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ന്യായ സിലോഗിസത്തിന്റെ സ്റ്റെപ്സ്, അത് ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ലോജിക്കൽ റീസണിംഗ് വരുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. IP4, IP6 തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ വന്നു. സൈബർ ഗ്രൂമിങ് എന്താണെന്നുള്ളത് വന്നു. അതുപോലെ തന്നെ ടോക്സിക് ലെവൽ ഇൻ സബ്സ്റ്റൻസ് ഇൻക്രീസിംഗ് ഓർഡറിൽ, ഇപ്പൊ കഫീനില്, അതുപോലെ തന്നെ ടേബിൾ ഷുഗർ, അവിടെയൊക്കെ ടോക്സിക് ഓർഡർ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുക എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ സാധാരണ നമ്മളങ്ങനെ കാണാത്ത ചില ചോദ്യങ്ങളാണ്. പിന്നീട് അതുപോലെ ക്വാസി എക്സ്പെരിമെന്റ് റിസർച്ച്, അതെന്താണ് റിസർച്ച് ആക്ടിവിറ്റി എന്നുള്ള അങ്ങനെ ഒരു ചോദ്യം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ദെൻ മാച്ച് ദ ഫോളോയിങ് ഫോർ പോസിറ്റിവിസം, റിയലിസം, ഒബ്ജക്ടിവിസം, കൺസ്ട്രക്റ്റിവിസം തുടങ്ങിയ കാര്യങ്ങൾ ആ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ലോജിക്ക് മാച്ച് ദ ഫോളോയിങ് വന്നു. ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണ്, ഏത് പ്രമാണാസ് ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവിടെ വന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ബുക്സ് ടു ഓതർ ആൻഡ് വണ്ടർ, അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ പോപ്പുലേഷൻ, അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റിൽ അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. SDG MDG പ്രോട്ടോകോൾസ് ക്രോണോളജിക്കലായിട്ട് ഓർഡർ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ആണത്, സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. ദെൻ നമ്മൾ ടീച്ചിങ് ആസ് എ സയന്റിഫിക് പ്രോസസ്, ഡെഫിനിഷൻ ഫ്രം ആർട്സിൽ നിന്ന് സയന്റിഫിക് പ്രോസസ് ടീച്ചിങ് എങ്ങനെ ഡിഫറൻഷിയേറ്റഡ് ആവും എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഇന്ത്യയിൽ SDG ഗോൾസ് നടപ്പാക്കുന്ന നോഡൽ ഏജൻസി ഏതാണ്, നീതി ആയോഗ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ICTയുടെ ഭാഗത്ത് നിന്ന് സിംപ്ലക്സ് ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലത്തെ ഷിഫ്റ്റ് കുറച്ച് ടഫായിട്ടാണ് വന്നത് എന്ന് കരുതി. അതിനു മുമ്പുള്ള ഷിഫ്റ്റുകൾ അങ്ങനെ ആയിരുന്നില്ല, അത്രയും ടഫ് ആയിരുന്നില്ല. പക്ഷെ ടഫ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കട്ട് ഓഫ് അതനുസരിച്ച് കുറയും എന്നുള്ളതാണ്. എല്ലാവർക്കും അത് ടഫായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക, അല്ലാതെ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോയ ആരും ഉണ്ടാവില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ഇന്നലെയൊക്കെ നടന്ന രീതിയിലുള്ള കുറച്ച് ഈസി ആയിട്ട്, കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. DAയിൽ റേഷ്യോ, പെർസെന്റേജ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ റിസർച്ച് പ്രോസസ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, നേരത്തെ ഡിഡക്റ്റീവ് അപ്രോച്ചിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ പരീക്ഷയിൽ ഇൻഡക്റ്റീവ് അപ്രോച്ചിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. സാമ്പിളിംഗ് ടൈപ്സ് ഉണ്ടായിരുന്നു. ദെൻ കോവേരിയൻസിൽ നിന്നുള്ള ന്യൂമറിക്കൽ ചോദ്യവും ഈ പറഞ്ഞ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വന്നിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട അജണ്ട സെറ്റിംഗ് തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചെയ്യാനായിട്ട് അത്തരം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്സിന്റെ ഭാഗത്തു നിന്ന് ഫ്രാക്ഷന്, ടൈം ആൻഡ് സ്പീഡുമായി ബന്ധപ്പെട്ട നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. എൻവയോൺമെന്റ് ഭാഗത്തു നിന്ന് നാഷണൽ പാർക്കുകളും അവയുടെ ലൊക്കേഷൻസ്, അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, IMF ഇതിന്റെയൊക്കെ സ്ഥാപനവും എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട് എന്താ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ലോജിക്കൽ റീസണിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യായ സില്ലോഗിസം അവിടെ ഉണ്ടായിരുന്നു. ഫാലസീസിന്റെ ഒരു മാച്ച് ദ ഫോളോയിങ്ങും ലോജിക്കൽ റീസണിംഗിൽ വന്നിട്ടുണ്ട്. ICTയുടെ ഭാഗത്ത് നിന്ന് ചാൾസ് ബാബേജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചാൾസ് ബാബേജ് കണ്ടെത്തിയത് എന്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വോളറ്റൈൽ നോൺ വോളറ്റൈൽ മെമ്മറി, അതായത് നമ്മുടെ റാം, റോം, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സിമ്പിൾ ആണ്, നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ,
പിന്നീട് ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ് അതുമായിട്ട് ചേർത്ത് വെച്ചേക്കാൻ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ICT ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ദെൻ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ കമ്മീഷൻസിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു, NEP 2020 ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇന്ന് രണ്ട് ഷിഫ്റ്റുകളിലായി ചോദിച്ച ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇത് കേട്ട് നിങ്ങൾ ഈ പരീക്ഷ ടഫാണെന്ന് കേട്ട് നിങ്ങൾ ഡിസ്കറേജ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യത്തിൽ ഞാൻ സ്ഥിരം പറയുന്നത് പോലെ പഠിച്ച കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക. പരീക്ഷ ടഫാണെങ്കിൽ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് മാത്രമല്ല ടഫ്നെസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെറ്റ് പോലുള്ള ഒരു പരീക്ഷയിൽ അത് ഓവറോൾ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓവറോൾ കട്ട് ഓഫ് താഴേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ പഠനത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുക. നാളെയൊക്കെ പരീക്ഷയുള്ളവർ ഇത് കേട്ട് പരിഭ്രാന്തരായി പുതിയ കാര്യങ്ങളൊന്നും എടുത്ത് വെച്ച് പഠിക്കാൻ നിൽക്കേണ്ടതില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും ഓൾറെഡി, ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. പേപ്പർ 2 അനാലിസിസ് നമ്മുടെ ഇതേ ചാനലിലൂടെ പല വിഷയങ്ങളുടെ അതാത് എക്സ്പെർട്ട് ഫാക്കൽറ്റികൾ എടുക്കുന്നതാണ്. അത് വരും ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാം. കൊമേഴ്സിന്റെ അനാലിസിസ് ഉൾപ്പെടെ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇതേ ചാനലിലൂടെ കാണാം. പിന്നെയുള്ള പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്.